ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടി ഡിസൈൻസാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. സിമ്പിൾ ഡിസൈൻസൊക്കെ വരച്ച് പഠിക്കുന്ന കൂട്ടുകാർക്ക് എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് ഡിസൈൻസാണ്. ഈ ഒരു ഡിസൈനിൽ 2-3 ഡിസൈൻസ് മുന്നേ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൂടെ വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ മറന്നു പോയതാണ്. നോമ്പും പെരുന്നാളൊക്കെ വന്നപ്പോൾ ഒത്തിരി ഡിസൈൻസൊക്കെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഈദ് ബേസ് ചെയ്തും അല്ലാതെയുള്ള കുറേ ഡിസൈൻസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഈ ഒരു ഡിസൈൻസൊക്കെ വിട്ടുപോയതാണ്. ഫോണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത കുറച്ച് ഡിസൈൻസ് കൂടെ ക്ലിയർ ചെയ്യാനുള്ളതുകൊണ്ട് ഫോൺ എടുത്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് വോയിസ് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു ഡിസൈൻ തന്നെ ആവട്ടെ എന്ന് കരുതി. ലൈവ് ചെയ്യുന്ന ടൈമിൽ ഫ്ലവേഴ്സ് ഇറക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു ടൈപ്പ് വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഡിസൈൻ വരച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് നെറ്റ്വർക്ക് എന്തോ ആയിട്ട് ലൈവ് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിമ്പിളായി തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ചെറിയ ചേഞ്ചസ് വരുത്തിയ ഡിസൈൻ ആവട്ടെ എന്ന് കരുതിയിട്ട് അന്ന് വരച്ച് വെച്ചതായിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. ഇനി ഇതിന് വേണ്ടി ചെയ്തെടുത്ത ഡിസൈനിൽ ഒരെണ്ണം കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇത് ബേസ് ചെയ്ത വീഡിയോ അല്ലെങ്കിലും കൈയിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെയ്തെടുത്തൊരു ഡിസൈനാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. പെരുന്നാളാണെന്ന് പെട്ടെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പെരുന്നാൾ തലേന്ന് ഒരു മാക്സിൻ്റെ വർക്ക് കൂടെ കിട്ടിയതുകൊണ്ട് അതിൻ്റെ പുറകിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈമിൽ മെഷീൻ പണി തന്നതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പെരുന്നാളാണെന്ന് അറിഞ്ഞ ശേഷമാണ് ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ആർട്ട് വർക്കൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചെയ്തു തുടങ്ങും. ഇപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലും അതുപോലെ തന്നെ എക്സാമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൂടെ ഒന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ തന്നെ ലൈവിലോ അല്ലാതൊക്കെ ആയിട്ട് ആ വീഡിയോസും കൂടെ ഇട്ട് തുടങ്ങും. ഇനി ഒരു ഹാപ്പിനെസ് കൂടെ ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 300 സബ് ആവാനായിട്ടുണ്ട്. 4-5 പേര് കൂടെ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 300 ആവും. ഈ ടൈമിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ 8 മാസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. കുറച്ച് മുന്നേ തന്നെ 300 ആവേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഒത്തിരി പേര് അൺസബ് ചെയ്ത് പോയിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇടാൻ ലാഗ് ആയതുകൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു. എങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ മാഷാ അല്ലാഹ് 300 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വരച്ച് പഠിക്കുന്ന കൂട്ടുകാരോട് ഓർഗാനിക് കോൺസ് തന്നെ വേണമെന്നില്ല. ഏത് കോണാണോ കയ്യിൽ കിട്ടുന്നത് അത് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം. ഇപ്പോൾ പ്രാക്ടീസ് കോണൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് എളുപ്പത്തിൽ വരച്ച് പഠിക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അതിന് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് നോർമൽ കോണിൻ്റെ അറ്റത്ത് ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഒരു ഇൻസുലേഷൻ ചുറ്റി കൊടുത്താലും മതി. അപ്പോഴും നല്ലപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ചില നോർമൽ കോൺസ് കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഡിസൈൻസൊക്കെ വരക്കുമ്പോൾ ഒത്തിരി കട്ടിയിലാവും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡിസൈൻസൊക്കെ പെട്ടെന്ന് കൂട്ടിമുട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഒരു സെല്ലോഫാൻ ഷീറ്റ് റോൾ ചെയ്തിട്ട് അതിലോട്ട് ഈ മെഹന്തി ഒന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ പെരുന്നാളിന് കസിൻസിന് ഇട്ട് കൊടുത്ത മെഹന്തിയൊക്കെ അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ നല്ലപോലെ തന്നെ ഡിസൈൻസൊക്കെ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പ്രാക്ടീസ് കോണൊക്കെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കണം എന്നുള്ളവരാണെങ്കിൽ ഇപ്പോൾ പല പേജുകളിലും ബിഗിനേഴ്സ് കിറ്റൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓർഗാനിക്കിൻ്റെ പ്രാക്ടീസ് കോണോ മെഹന്തി കോണൊക്കെ വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചില ഫാൻസി ഷോപ്പിലൊക്കെ മെഹന്തി പൗഡർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. സ്വന്തമായിട്ട് കോൺസൊക്കെ ഉണ്ടാക്കി നോക്കണം. പക്ഷേ ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. 30 രൂപയാണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞു പാക്കറ്റിന്. എത്ര തവണ ഉണ്ടാക്കാനുണ്ടാവും എന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണോ വരച്ച് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ഒരു ഡിസൈൻ വെച്ചിട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ടച്ച് വിട്ടുപോകും.
ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡിസൈൻസൊക്കെ കൈയിൻ്റെ ബാക്ക് സൈഡിലോ ഫ്രണ്ട് സൈഡിലോ ഒക്കെ വരച്ച് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ സ്റ്റെയിൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഇനി കുട്ടികളുടെ കയ്യിലൊക്കെ ആണെങ്കിൽ ഫുള്ളായി തന്നെ ഫില്ലായി നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻസാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറലിൻ്റെ പുറത്ത് 4 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനോട് ചേർന്ന് അടുത്തൊരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു 2 ഫ്ലവേഴ്സിനോട് ചേർന്ന് വീണ്ടും ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു റാ ഷേപ്പ് വരച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്തായിട്ട് ഒരു ലെയർ കൂടെ ലൈനൊന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിലും പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഫ്ലവേഴ്സ് ഓരോ 2 ഫ്ലവേഴ്സിൻ്റെ ജോയിൻറ്റിലും വരുന്ന രീതിയിൽ അടുപ്പിച്ചിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ മാറി മാറി ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി ഓരോ ഡിസൈൻസിലും കുറേ എലമെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലവേഴ്സിന് ശേഷം വേറെ വേറെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായി തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 3 ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നേരത്തെ വരച്ചെടുത്ത റാ ഷേപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു റാ ഷേപ്പ് കൂടെ വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ അടുപ്പിച്ച് വരക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിന് മുകളിലോ അല്ലെങ്കിൽ സൈഡിലായിട്ടൊക്കെ റിങ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ റിങ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന സ്പേസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഷേപ്പിലാണ് ഡിസൈൻസൊക്കെ വരേണ്ടത് എങ്കിൽ ആ ഒരു ഷേപ്പ് ഒന്ന് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ പോലെ വരച്ച് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഈ ഒരു ഡിസൈൻസ് വരച്ചെടുത്താൽ മതി. ഇനി ഓരോ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്ന് ഗ്യാപ്പിട്ട ശേഷം ഇത്തിരി വലുപ്പത്തിൽ തന്നെ ലീവ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 3 സ്ഥലത്ത് മാത്രം ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 2 റിങ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് 5 ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.